അപ്പൊ എന്തായാലും നമുക്കറിയാം എം ഐ ലൈഫ് മാർക്കറ്റിംഗ് എന്ന് പറഞ്ഞ ഈ ഒരു ഓപ്പർച്യൂണിറ്റിയിൽ നമ്മളെല്ലാവരും ബിസിനസ് ചെയ്ത് മുന്നോട്ട് പോകുന്നത് സ്വപ്നങ്ങളും ആഗ്രഹങ്ങളും ഫുൾഫിൽ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അപ്പൊ നമുക്കറിയാം നമ്മളൊക്കെ നിലവിൽ ചെയ്യുന്ന, നേരത്തെ ചെയ്തിട്ടുണ്ടായിരുന്ന ജോലി, അല്ലെങ്കിൽ നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്ന ഏത് മേഖലയാണെങ്കിലും ആ മേഖലയിൽ തുടർച്ചയായിട്ട് നമ്മൾ ഇനി എത്ര വർഷം ചെയ്ത് മുന്നോട്ട് പോയി കഴിഞ്ഞാൽ, ഇപ്പൊ ഓൾറെഡി നമ്മൾ ഒരു 10 വർഷമോ 20 വർഷമോ ആയിട്ടുണ്ടെങ്കിൽ, അല്ലെങ്കിൽ 30 വർഷമോ ആയിട്ടുണ്ടെങ്കിൽ, അത് തുടർച്ചയായിട്ട് ഒരു 20 വർഷവും 30 വർഷവും നമ്മൾ ചെയ്താലും ആ മേഖലയിൽ നമുക്കൊരു മാറ്റം ഉണ്ടാക്കാൻ സാധിക്കില്ല, അല്ലെങ്കിൽ സ്വപ്നങ്ങളും ആഗ്രഹങ്ങളും ഫുൾഫിൽ ചെയ്യാൻ സാധിക്കില്ല എന്നല്ല, ജീവിച്ചു പോകാനേ പറ്റുള്ളൂ. എന്തിനു വേണ്ടിയിട്ടാണ് എം ഐ ലൈഫ് മാർക്കറ്റിംഗ് എന്ന് പറഞ്ഞ ഈ ഒരു ഓപ്പർച്യൂണിറ്റി നമ്മൾ സെലക്ട് ചെയ്തതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമ്മുടെ മുന്നിലൂടെ ഒരുപാട് ജീവിക്കുന്ന തെളിവുകൾ ഉണ്ട് എന്നതാണ്. ആഗ്രഹങ്ങൾ ഫുൾഫിൽ ചെയ്യുന്ന, സ്വപ്നങ്ങൾ ഫുൾഫിൽ ചെയ്യുന്ന യാഥാർത്ഥ്യങ്ങൾ നമ്മളെ മുന്നിലുണ്ട് എന്നുള്ളതാണ്. ശരിക്കും പറയുന്നത് കിട്ടുന്നത് വാങ്ങലല്ല ജീവിതം എന്നുള്ളതാണ്. ആഗ്രഹിക്കുന്നത് വാങ്ങലാണ് ജീവിതം. നമ്മൾ എന്താണോ ആഗ്രഹിക്കുന്നത് അത് വാങ്ങാൻ സാധിക്കുക എന്നുള്ളതാണ്. ഇന്ന് കൂടുതൽ ആൾക്കാരും കിട്ടുന്നത് വാങ്ങി മുന്നോട്ട് പോകുന്നതാണ്. അപ്പൊ കിട്ടുന്നത് വാങ്ങുന്നത് ഒരിക്കലും ഒരു ജീവിതമല്ല. നമ്മൾ ഒരുപക്ഷെ നമുക്ക് ദാരിദ്ര്യമോ അല്ലെങ്കിൽ വലിയ പ്രയാസങ്ങളോ ഒരുപക്ഷെ വലിയ കഷ്ടപ്പാടുകളോ ഉണ്ടാവില്ല പല ആളുകൾ. കാരണം നല്ല ഭക്ഷണം കഴിക്കുന്നുണ്ടാവും. ശരിക്കും രാവിലെയും ഉച്ചക്കും രാത്രിയും ഭക്ഷണം കഴിക്കുക എന്നുള്ളതല്ല ഒരു നല്ല ജീവിതം. ഡ്രസ്സ് ധരിക്കുക എന്നുള്ളതല്ല നല്ല നല്ല ജീവിതം. കുട്ടികൾക്ക് വിദ്യാഭ്യാസം കൊടുക്കുക എന്നുള്ളതല്ല നല്ല ജീവിതം. നല്ല ജീവിതം എന്ന് പറയുന്നത് അതൊക്കെ കിട്ടുന്നത് വാങ്ങലാണ്. ആഗ്രഹിക്കുന്നത് വാങ്ങുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഇഷ്ടപ്പെടുന്ന വാഹനം, നമ്മൾ ഇഷ്ടപ്പെടുന്ന വീട്, അല്ലെങ്കിൽ നമ്മൾ ഇഷ്ടപ്പെടുന്ന ഡ്രസ്സ്. ഇന്ന് കൂടുതൽ ആൾക്കാരും ടെക്സ്റ്റൈൽസിൽ പോയി കഴിഞ്ഞാൽ, ഇപ്പൊ സ്ത്രീകളൊക്കെ ആണെങ്കിൽ 2500, 3000, 4000 രൂപയുടെ ഒക്കെ ഡ്രസ്സ് നന്നായിട്ട് ഇഷ്ടപ്പെടും. പക്ഷെ ടാഗ് നോക്കിയിട്ട് ആ ടാഗിന്റെ മുകളിലുള്ള വിലയാണ് നമുക്കത് വേണമോ വേണ്ടയോ എന്നുള്ളത് നിശ്ചയിക്കുന്നത്. നമുക്ക് ഇഷ്ടപ്പെടും, ലേഡീസിനെ സംബന്ധിച്ചിടത്തോളം നല്ല ഇഷ്ടമുള്ള ഡ്രസ്സായിരിക്കും. പക്ഷെ അത് മാറ്റി വെക്കാൻ താല്പര്യം ഉണ്ടാവില്ല. നല്ലൊരു സാരിയോ നല്ലൊരു ചുരിദാറോ ഒക്കെ ആണെങ്കിൽ എന്ത് ചെയ്യും, വിലപിടിപ്പുള്ള വില നോക്കിയിട്ടുണ്ടാവില്ല, ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവും. പക്ഷെ അത് ടാഗ് നോക്കുന്ന സമയത്ത് 3500, 4000 രൂപ, 5000 രൂപയൊക്കെ ആയിരിക്കും. അപ്പൊ അത് മാറ്റിവെക്കും. ഇഷ്ടപ്പെട്ട സാധനം ഇഷ്ടപ്പെട്ടാത്ത രീതിയിൽ നമ്മൾ അഭിനയിക്കുകയാണ് ചെയ്യുന്നത്. ഇഷ്ടപ്പെടാത്ത രീതിയിൽ അഭിനയിക്കാം. എന്താണ് അതിന്റെ കാരണം? നമ്മുടെ പോക്കറ്റിലുള്ള ഒരു ഹോട്ടലിൽ നമ്മൾ കയറി ഭക്ഷണം കഴിക്കാൻ കയറി കഴിഞ്ഞാൽ മെനു നമ്മളെ കയ്യിൽ ലഭിക്കുന്ന സമയത്ത്, കാറ്റലോഗ് നമ്മളെ കയ്യിൽ ലഭിക്കുന്ന സമയത്ത് ഏറ്റവും കുറഞ്ഞ ഭക്ഷണമാണ് നമ്മൾ സെലക്ട് ചെയ്യുന്നത്. എന്താണ് അതിന്റെ കാരണം? നമ്മളെ പോക്കറ്റിലുള്ള പണമാണ്. അല്ലെങ്കിൽ കുട്ടികൾക്ക് നല്ല വിദ്യാഭ്യാസം കൊടുക്കാൻ പറ്റാത്ത സാഹചര്യം. വിദ്യാഭ്യാസം കൊടുക്കുന്നുണ്ടോ എന്ന് വെച്ചാൽ കൊടുക്കുന്നുണ്ടാവും. പക്ഷെ നല്ല ഉന്നത വിദ്യാഭ്യാസം, അല്ലെങ്കിൽ നല്ല സ്റ്റാൻഡേർഡ് ഉള്ള നല്ല സ്ഥലങ്ങളിൽ അവരെ പഠിപ്പിക്കുക എന്നുള്ളത് എന്താണ് സാധിക്കാതെ പോകുന്നത്? നമ്മുടെ കയ്യിലുള്ള പണമാണ്. അപ്പൊ ഇതാണ് ഞാൻ പറഞ്ഞത്, ഒരു തരത്തിലുള്ള ദാരിദ്ര്യമാണ് നല്ല ഡ്രസ്സ് ധരിക്കാൻ പറ്റാത്തതും, നല്ല ഭക്ഷണം കഴിക്കാൻ പറ്റാത്തതും, നല്ല കാറ് വാങ്ങാൻ പറ്റാത്തതും, നല്ല വീട് വെക്കാൻ പറ്റാത്തതും ഒരു തരത്തിലുള്ള ദാരിദ്ര്യമാണ്. അപ്പൊ അതിന് നമ്മൾ വേണ്ടി എം ഐ ലൈഫ് സ്റ്റൈൽ എന്ന് പറയുന്ന നമ്മുടെ കയ്യിലുള്ള ഈ ഒരു അവസരത്തെ അതിശക്തമായിട്ട് ചെയ്യാൻ തയ്യാറാവുകയാണെങ്കിൽ ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ നമുക്ക് നേടിയെടുക്കാൻ സാധിക്കും. ഒരു 5 വർഷം നമ്മൾ ആത്മാർത്ഥമായിട്ട് എന്ത് ചെയ്യണം? ഈ മേഖലയെ കാണണം എന്നുള്ളതാണ്. അതിനുവേണ്ടി നമ്മൾ ചെയ്യേണ്ടതായിട്ടുള്ള കാര്യം എന്ന് പറഞ്ഞാൽ,
ശ്രദ്ധിക്കേണ്ടതായിട്ടുള്ള കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രധാനമായിട്ടും 4 കാര്യങ്ങൾ നമ്മൾ എന്ത് ചെയ്യണം, ശ്രദ്ധിക്കേണ്ടതുണ്ട്. അതിൽ ഒന്നാമത്തെന്ന് പറയുന്നത് നമ്മുടെ ആറ്റിറ്റ്യൂഡാണ്. ആറ്റിറ്റ്യൂഡ് എന്ന് പറയുന്നത് മനോഭാവമാണ്. നമ്മുടെ മനോഭാവത്തിൽ നമ്മൾ ചേഞ്ച് വരുത്താൻ തയ്യാറാണ്. ഈ ബിസിനസ്സിൽ വരുന്ന സമയത്ത് നമ്മൾ പല രീതിയിലും പല ചിന്തകളും പല രീതിയിലായിരിക്കും നമ്മളെ ചിന്തകൾ വരുന്നത്. ഇപ്പോഴും പല ആളുകൾക്കും ആ ചിന്തകൾ മാറ്റാൻ പറ്റാത്തവരുണ്ട്. എനിക്ക് പറ്റുമോ, എനിക്ക് സാധിക്കുമോ, ഇതൊക്കെ മറ്റുള്ള ആളുകൾക്ക് പറഞ്ഞതല്ലേ, എനിക്ക് വിദ്യാഭ്യാസം കുറവല്ലേ, എനിക്ക് പ്രായമില്ലേ, ഇങ്ങനെയൊക്കെ ചിന്തിക്കുന്ന ആളുകളുണ്ട് ഈ ബിസിനസ്സിൽ വന്നതിന് ശേഷം. ഇത് നമ്മൾ എന്ത് ചെയ്യണം, മാറ്റണം. ആറ്റിറ്റ്യൂഡ് നമ്മൾ ചേഞ്ച് ചെയ്യണം. രണ്ടാമത്തെ കാര്യം നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ബിലീഫാണ്. ബിലീഫ് എന്ന് പറയുന്നത് വിശ്വാസമാണ്. വിശ്വാസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പലതരത്തിലുണ്ട്. കൂടുതൽ ആളുകൾ ഈ ബിസിനസ്സിൽ വരുന്നത് പ്രൊഡക്റ്റിലുള്ള വിശ്വാസം കൊണ്ടാണ്. പ്രൊഡക്റ്റ് ക്വാളിറ്റി എക്സലന്റ് ആണ്, ആളുകൾക്ക് കൊടുത്തൊരു റിസൾട്ട് ഉണ്ട്, ആളുകൾ നല്ല അഭിപ്രായങ്ങൾ പറയുന്നുണ്ട്, അതുകൊണ്ട് ഞാനും ഒന്ന് ജോയിൻ ചെയ്തതാണ്, ഇങ്ങനെ ചിന്തിക്കുന്ന ആളുകളുണ്ട്. ഇത് ഒരു തരത്തിലുള്ള വിശ്വാസമാണ്. കമ്പനിയിൽ വിശ്വാസമുള്ള ആൾക്കാരുണ്ട്, ലീഡേഴ്സിലും വിശ്വാസമുള്ള ആൾക്കാരുണ്ട്. പക്ഷേ ഇതിലൊന്നും വിശ്വാസം ഉണ്ടായിട്ട് കാര്യമില്ല. നമുക്ക് യഥാർത്ഥത്തിൽ ഉണ്ടാവേണ്ട വിശ്വാസം എന്ന് പറയുന്നത് സെൽഫ് ബിലീഫാണ്. സ്വന്തമായിട്ടുള്ള ഒരു വിശ്വാസം നമ്മൾ ഉണ്ടാകും. എനിക്ക് എന്നിൽ ഒരു വിശ്വാസം ഉണ്ടാവും, നിങ്ങൾക്ക് നിങ്ങളിൽ ഒരു വിശ്വാസം ഉണ്ടാവും. ആരോ മ്യൂട്ട് ചെയ്തിട്ടുണ്ടല്ലോ, അൺമ്യൂട്ട് ചെയ്തല്ലോ, അതിലോ സൗണ്ട്, ബാക്ക്ഗ്രൗണ്ട് സൗണ്ട് വരുന്നുണ്ടല്ലോ. സാറ് ഓഫ് ചെയ്തിട്ടുണ്ട് സാർ, കണ്ടിന്യൂ ചെയ്തു. ഓക്കെ ഓക്കെ. അപ്പോ ബിലീഫ് എന്ന് പറയുന്നത് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ബിലീഫ് എന്ന് പറഞ്ഞ സെൽഫ് ബിലീഫാണ്. നമുക്ക് നമ്മളിൽ സ്വയം എന്ത് ചെയ്യണം, ഒരു വിശ്വാസം ഉണ്ടായിട്ടില്ലെങ്കിൽ എന്തിലും വിശ്വാസം ഉണ്ടായിട്ട് കാര്യമില്ല. ഏത് മേഖലയിലും വിജയിക്കുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം അവർക്കൊക്കെ അവരിൽ സ്വന്തമായിട്ടുള്ള ഒരു വിശ്വാസം ഉണ്ടായിട്ടുണ്ട്. മറ്റെന്തെങ്കിലും വിശ്വാസം ഉണ്ടായിട്ട് ഒരു കാര്യമില്ല. എല്ലാ വിശ്വാസവും നമുക്ക് വേണം. ലീഡേഴ്സിൽ നമുക്ക് വിശ്വാസം വേണം, പ്രൊഡക്റ്റിലും നമുക്ക് വിശ്വാസം വേണം, കമ്പനിയിലും നമുക്ക് വിശ്വാസം വേണം. പക്ഷെ ഈ വിശ്വാസം മാത്രം ഉണ്ടായിട്ട് നമ്മൾ വിജയിക്കില്ല. നമ്മളിൽ ഉണ്ടാവുന്ന വിശ്വാസം നമ്മൾ ഉണ്ടാക്കിയെടുക്കും. മൂന്നാമത്തെ കാര്യം കമ്മിറ്റ്മെന്റ് ആണ്. കമ്മിറ്റ്മെന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പറഞ്ഞ വാക്ക് പാലിക്കുക എന്നൊക്കെ പറയാം. നമ്മൾ ഏറ്റെടുത്ത ദൗത്യം ഫുൾഫിൽ ചെയ്യുക എന്നൊക്കെ പറയാം. ആ ഒരു ഉത്തരവാദിത്വം നമ്മൾ എന്ത് ചെയ്യണം, റെസ്പോൺസിബിലിറ്റി നമ്മൾ ഉണ്ടാക്കിയെടുക്കണം. നമ്മളൊരു കാര്യം പറയുന്നു, ചെയ്യുന്നത് വേറൊന്നും, അങ്ങനെ ആവാൻ പാടില്ല. നമ്മളൊരാൾക്കൊരു വാക്ക് കൊടുത്തു കഴിഞ്ഞാൽ ആ വാക്ക് നമ്മൾ എന്ത് ചെയ്യണം, പാലിക്കാൻ തയ്യാറാവണം. അത് സാർ ചോദിച്ചത് കൊണ്ടാണ് ഞാൻ അങ്ങനെ പറഞ്ഞത്, അല്ലാണ്ട് എന്നെ കൊണ്ടൊന്നും അത് പറ്റില്ല. ഇന്ന സമയത്തിനുള്ളിൽ ഇന്ന കാര്യം ചെയ്യണമെന്ന് പറയുമ്പോൾ ആ കാര്യം ലീഡറോട് എങ്ങനെയാണ് ഞാൻ ചെയ്യില്ല എന്ന് പറയാ, അതുകൊണ്ട് ഞാൻ പറഞ്ഞതാണ്, അല്ലാതെ എനിക്കൊന്നും അത് പറ്റില്ല. അത് കമ്മിറ്റ്മെന്റ് അല്ല. കമ്മിറ്റ്മെന്റ് എന്ന് പറയുന്നത് ലീഡറോട് ഒരു കാര്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ പറഞ്ഞ കാര്യം നടപ്പിലാക്കുക എന്നുള്ളതാണ് കമ്മിറ്റ്മെന്റ് എന്ന് പറയുന്നത്. ഇന്ന സമയത്തിനുള്ളിൽ നമ്മൾ ഇന്നതാവും, അല്ലെങ്കിൽ ഞാൻ ഇന്ന കാര്യം ചെയ്യും, അല്ലെങ്കിൽ ഞാൻ ഹോം ഷോപ്പ് എടുക്കും, ഇങ്ങനെയൊക്കെ പറയുമ്പോൾ ആ പറഞ്ഞ കാര്യം നമ്മൾ പാലിക്കുക എന്നുള്ളത് ചെയ്യണം. അടുത്തത് ഡ്യൂപ്ലിക്കേഷൻ ആണ്. ഡ്യൂപ്ലിക്കേഷൻ എന്ന് പറയുമ്പോൾ
ഈ മൂന്ന് കാര്യവും നമ്മൾ ചെയ്താലാണ് നാലാമത്തെ ഡ്യൂപ്ലിക്കേഷൻ നടക്കുള്ളൂ. ഈ മൂന്ന് കാര്യത്തിലും ഒരു വിള്ളൽ വന്നു കഴിഞ്ഞാൽ ഒരു കാരണവശാലും നാലാമത്തെ കാര്യം നടക്കില്ല എന്നുള്ളതാണ്. ഡ്യൂപ്ലിക്കേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മൾ ചെയ്ത കാര്യങ്ങൾ മറ്റുള്ള ആളുകൾ ചെയ്യുക എന്നുള്ളതാണ്. അപ്പൊ ആദ്യത്തെ മൂന്ന് കാര്യം നമ്മൾ ചെയ്തിട്ടില്ലെങ്കിൽ നാലാമത്തെ കാര്യം നമ്മളെ കൂടെ വന്നവർ ചെയ്യും. അപ്പൊ ഡ്യൂപ്ലിക്കേഷൻ നടക്കണമെങ്കിൽ മൂന്ന് കാര്യങ്ങൾ: ആറ്റിറ്റ്യൂഡ് നമ്മൾ ചേഞ്ച് ചെയ്യണം, ബിലീഫ് നമ്മൾ ഉണ്ടാക്കണം, കമ്മിറ്റ്മെന്റ് നമ്മൾ എന്ത് ചെയ്യണം? ഉണ്ടാക്കണം. കമ്മിറ്റ്മെന്റ് പറഞ്ഞ കാര്യം ചെയ്യണം. ഈ നാല് കാര്യവും നമ്മൾ ചെയ്ത് മുന്നോട്ട് പോയാൽ പിന്നീട് നമ്മൾ ഈ ബിസിനസ്സിൽ വിജയിക്കാൻ എന്താണ് ചെയ്യേണ്ടത്? ഈ നാല് കാര്യവും ഓക്കെ ആണെങ്കിൽ പിന്നെ നമ്മൾ ചെയ്യേണ്ടത് അതേപോണം പ്രധാനപ്പെട്ട നാല് കാര്യം കൂടിയുണ്ട്. അതിൽ ഒന്നാമത്തെ കാര്യം റീറ്റെയിലിംഗ് ആണ്. റീറ്റെയിലിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാം, ഇന്ന് ലോകത്തിൽ തന്നെ വലിയ വളർച്ചയിലെത്തിയിട്ടുള്ള ഒരു ഇൻഡസ്ട്രിയാണ് റീറ്റെയിൽ ഇൻഡസ്ട്രി എന്ന് പറയുന്നത്. റീറ്റെയിലിംഗ് ഇൻഡസ്ട്രി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോ യൂസുഫ് അലി എന്ന് പറഞ്ഞ വ്യക്തി, മുകേഷ് അംബാനി, ടാറ്റ, ബിർള, വൻകിട വ്യവസായികളെ നിങ്ങൾ എടുത്തു നോക്കും, എന്താണ് അവർ ചെയ്യുന്നത്? അത് റീറ്റെയിൽ ഇൻഡസ്ട്രിയാണ്. ഇൻഡസ്ട്രികളാണ് ഇതിലുള്ളത് ലോകത്തിൽ വിജയിച്ചിട്ടുള്ളത്. ഫിലിം ഇൻഡസ്ട്രിയിലാണ് നമ്മൾ ഇന്ന് കണ്ടുകൊണ്ടിരിക്കുന്ന നടന്മാരും നടിമാരും സെലിബ്രിറ്റീസ് ആയിട്ടുള്ള ആളുകളൊക്കെ വിജയിച്ചുകൊണ്ടിരിക്കുന്നത്, കോടീശ്വരന്മാരായിട്ടുള്ളത് ഫിലിം ഇൻഡസ്ട്രി. അതേപോണമാണ് റീറ്റെയിൽ ഇൻഡസ്ട്രി. ഇതേപോണം നമുക്ക് ലോകത്തിൽ വലിയ ഡെവലപ്മെന്റും അല്ലെങ്കിൽ വലിയ വിജയങ്ങൾ ഉണ്ടാക്കാൻ സാധിക്കുന്ന മറ്റൊരു ഇൻഡസ്ട്രിയാണ് ഡയറക്ട് സെല്ലിംഗ് ഇൻഡസ്ട്രി. ഇപ്പോ നമുക്കറിയാം, $1 ട്രില്യൺ ഇൻഡസ്ട്രി ആയിട്ട് മാറാൻ പോകുന്ന വെൽനസ് ഇൻഡസ്ട്രി. MI ലൈഫ് സ്റ്റൈൽ മാർക്കറ്റിംഗിൽ എത്ര ഇൻഡസ്ട്രി ഉണ്ട് നിങ്ങൾ ആലോചിച്ച് നോക്കൂ. ഫിലിം ഇൻഡസ്ട്രി എന്ന് പറഞ്ഞ ഒറ്റ ഇൻഡസ്ട്രിയിലാണ് സെലിബ്രിറ്റീസ് കോടികൾ ഉണ്ടാക്കുന്നതെങ്കിൽ നമ്മുടെ കയ്യിൽ എത്ര ഇൻഡസ്ട്രി ഉണ്ട്? നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ. റീറ്റെയിൽ ഇൻഡസ്ട്രി, വെൽനസ് ഇൻഡസ്ട്രി, ഡയറക്ട് സെല്ലിംഗ് ഇൻഡസ്ട്രി, ഇങ്ങനെ 3-4 ഇൻഡസ്ട്രിയിലാണ് നമ്മൾ പ്രവർത്തിക്കുന്നത്. അപ്പൊ റീറ്റെയിൽ ഇൻഡസ്ട്രി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മാക്സിമം നമ്മൾ റീറ്റെയിലിംഗിന് ഇമ്പോർട്ടന്റ് കൊടുക്കണം. ആളുകളിലേക്ക് ഉൽപ്പന്നം എത്തിക്കാൻ ഒരു മടിയുണ്ടാവരുത്. പല ആൾക്കാരും പറയുന്നത് സാധനം വിറ്റ് നടക്കണ്ടേ, സാധനം കൊണ്ട് നടക്കണ്ടേ, ഇങ്ങനെയൊക്കെ പറയുന്ന ആളുകൾ. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ. ഉജാല എന്ന് പറയുന്ന ഇന്ന് ലോക കോടീശ്വരനായ ഉജാലിന്റെ ഓണർ, ഉജാല സ്റ്റാർട്ട് ചെയ്ത സമയത്ത്, ഉജാലിന്റെ തുടക്ക സമയത്ത് ബ്രിക്ഷോപ്പർ സഞ്ചിയിലാക്കിയിട്ട് കവറിലാക്കിയിട്ട് വീട് വീടാന്തരം ഉജാല പരിചയപ്പെടുത്തിയ ആളാണ്. ഇതിന്റെ ഗുണങ്ങളും ഇത് തുണിയിൽ മുക്കിയ നല്ലതാണെന്നും അതിന്റെ ഗുണങ്ങളും വാ തോരാതെ സംസാരിച്ച ആളാണ്. കൊച്ചൗസേപ്പ് ചിറ്റിലപ്പള്ളി എന്ന് പറഞ്ഞ വ്യക്തി വീഗാർഡിന്റെ സ്റ്റെബിലൈസറും വീഗാർഡിന്റെ ഉൽപ്പന്നങ്ങളൊക്കെ, ഇലക്ട്രോണിക്സ് ഉൽപ്പന്നങ്ങളൊക്കെ ആ സമയത്ത് സ്റ്റാർട്ട് ചെയ്ത സമയത്ത് സാധാ സൈക്കിളിന്റെ മുകളിൽ വെച്ച് കെട്ടിയിട്ട് കിലോമീറ്ററുകളോളം സ്വന്തമായിട്ട് ചവിട്ടിയിട്ട് ചെയ്തിട്ടുണ്ട്. പല സ്ഥാപനങ്ങളും കൊണ്ടുവച്ച സമയത്ത് അവര് മടക്കി വിട്ടിട്ടുണ്ട്. ഇതൊന്നും ഇവിടെ ചെലവാവില്ല, ഇതൊന്നും പോവില്ല എന്ന് പറഞ്ഞ് മടക്കി അയച്ചിട്ടുണ്ട്. ഒരുപാട് തവണ അങ്ങനെ ചെയ്ത സമയത്ത് അദ്ദേഹം ഒരു തീരുമാനം എടുത്തു. അദ്ദേഹം വെച്ച ഷോപ്പുകളിൽ അദ്ദേഹം തന്നെ നിന്നും ചെയ്തു ഇത് ആളുകളെ പരിചയപ്പെടുത്തി. അദ്ദേഹം ഈ ഷോപ്പിൽ വെച്ച, കടയിൽ വെച്ച സാധനങ്ങൾ ആ കടയിൽ നിന്നുകൊണ്ട് കസ്റ്റമേഴ്സിനെ പരിചയപ്പെടുത്തി അദ്ദേഹം തന്നെ. അങ്ങനെ റീറ്റെയിലിംഗ് നടത്തിയിട്ടാണ് ഇന്ന് നമ്മൾ കാണുന്ന ലോക കോടീശ്വരനായിട്ടുള്ള ചാരിറ്റി പ്രവർത്തനം നടത്തിക്കൊണ്ടിരിക്കുന്ന കൊച്ചൗസേപ്പ് ചിറ്റിലപ്പള്ളി എന്ന് പറഞ്ഞ വ്യക്തി. ഇന്ന് ലോകത്തിൽ ഏറ്റവും കൂടുതൽ അറിയപ്പെടുന്ന ഒരു റിലയൻസ് എന്ന് പറഞ്ഞ സ്ഥാപനത്തിന്റെ ഓണർ, മുകേഷ് അംബാനിയുടെ അച്ഛൻ ധീരുഭാനി അംബാനി എന്ന് പറഞ്ഞ വ്യക്തി പെട്രോൾ പമ്പിൽ പെട്രോൾ അടിച്ച വ്യക്തിയാണ്.
നമ്മളൊന്ന് ആലോചിച്ച് നോക്കിയാൽ അറിയാം. ഇവരെ പോലത്തെ ഒരു സാധാരണക്കാരായ ആളുകൾക്കാണ് ഇന്ന് ഇത്തരത്തിലുള്ള മാറ്റങ്ങൾ ഉണ്ടായിട്ടുള്ളത്. അതേ പോണം വിജയിക്കാൻ സാധിക്കുന്ന, കോടികൾ ഉണ്ടാക്കാൻ സാധിക്കുന്ന ഒരു മേഖലയിലാണ് ഞാൻ നിങ്ങൾ പ്രവർത്തിക്കുന്നത്. അപ്പൊ റീറ്റെയിലിംഗ് ഇൻഡസ്ട്രി അത്രയും പ്രാധാന്യമുണ്ട്. എത്രത്തോളം നമ്മൾ റീറ്റെയിൽ ചെയ്യുന്നോ അത്രത്തോളം നമുക്ക് അതിന്റെ റിസൾട്ട് കിട്ടും. രണ്ടാമത്തെ റീപർച്ചേസ് ആണ്. റീറ്റെയിലിംഗ് നടത്തിയാലേ റീപർച്ചേസ് നടക്കുള്ളൂ. ഒരാൾ 50,000 രൂപയുടെ പ്രൊഡക്റ്റ് വാങ്ങി, അത് നേരെ പെട്ടിയൊക്കെ ഒട്ടിച്ച് സെറ്റാക്കി കട്ടിലിന്റെ ചോട്ടിലേക്ക് വെച്ചാൽ ഒരിക്കലും റീപർച്ചേസ് നടക്കൂല. കാരണം റീറ്റെയിലിംഗ് നടന്നാലല്ലേ റീപർച്ചേസ് നടക്കുള്ളൂ. അപ്പൊ മാക്സിമം നമ്മുടെ ബന്ധുക്കളിലേക്കും സുഹൃത്തുക്കളിലേക്കും നമുക്ക് വേണ്ടപ്പെട്ട ആളുകളിലേക്കും ലിസ്റ്റ് ഉണ്ടാക്കിയിട്ട് ചെയ്യണം, പ്രൊഡക്റ്റ് കൊടുക്കണം, അത് റീപർച്ചേസ് ചെയ്യണം. എന്ത് ഉൽപ്പന്നമാണോ തീരുന്നത് അതിനനുസരിച്ച് നമ്മൾ ഉൽപ്പന്നങ്ങൾ വാങ്ങണം. ഇപ്പൊ നമ്മൾ മറ്റുള്ള സ്ഥാപനത്തിലൊക്കെ പോയി നോക്കിയാൽ കാണാൻ പറ്റും, അത് ചെയ്യാത്ത കടകളൊക്കെ പോയി പൂട്ടിപ്പോയിട്ടുണ്ട്. റീപർച്ചേസ് നടക്കാത്ത കടകൾ പൂട്ടിപ്പോയിട്ടുണ്ട്. കാരണം തട്ട് കാലിയായിരിക്കും, തീരുന്ന സാധനം അവിടെ എടുത്തിച്ചിട്ടില്ലെങ്കിൽ. അപ്പൊ ഞാൻ ബേക്കറിയിൽ ഈ ബിസിനസ്സിലേക്ക് വരുന്നതിന് മുന്നേ എന്റെ ജോലി എന്ന് പറഞ്ഞ ബേക്കറിയാണ്. 10 വർഷമായിട്ട് ബേക്കറി. ആ ബേക്കറിയിൽ ഓരോ തട്ടിലും ഓരോ സാധനങ്ങളാണ് വെക്കുന്നത്. ബിസ്ക്കറ്റ് വെക്കുന്ന തട്ടില്, ഒരു തട്ടില് 2020 ബിസ്ക്കറ്റ്, ഒരു തട്ടില് മേരി ബിസ്ക്കറ്റ്, ഒരു തട്ടില് പാർലേജ് ബിസ്ക്കറ്റ്, ഇങ്ങനെ ഓരോന്നായിരിക്കും വെക്കുക. പക്ഷെ ഓരോ തട്ടിലുള്ള ബിസ്ക്കറ്റുകളും തീരുന്ന സമയത്ത് ആ തട്ടിൽ എന്തായിരുന്നു, ഏത് ബിസ്ക്കറ്റ് ആയിരുന്നു, അതേ സാധനം അവിടെ വീണ്ടും ഫില്ല് ചെയ്ത് വെക്കും. ഭരണികളിൽ വെച്ച പലതരത്തിലുള്ള സാധനങ്ങൾ, മിക്സറായിട്ടും 6-ാം നമ്പറായിട്ടും ഇത്തരത്തിലുള്ള സാധനങ്ങളൊക്കെ തീരുന്ന സമയത്ത് ആ ഭരണി ഫില്ല് ചെയ്ത് വെക്കും. ഇങ്ങനെയൊന്നും നമ്മൾ ചെയ്തിട്ടില്ലെങ്കിൽ ആ ബേക്കറി പെട്ടെന്ന് പൂട്ടേണ്ടി വരും. ആളുകള് സാധനമില്ലാത്ത കടയിലേക്ക് കയറില്ല. ഇതേ സിസ്റ്റമാണ്. നിങ്ങളുടെ കയ്യിൽ സ്റ്റോക്ക് ഉണ്ടെങ്കിൽ എന്ത് ചെയ്യും, നിങ്ങൾക്ക് ബിസിനസ് നടക്കുള്ളൂ. സ്റ്റോക്ക് ഇല്ലാത്ത ആളുകളെ ഈ ബിസിനസ്സിൽ സ്റ്റോപ്പ് ചെയ്യേണ്ടി വരും. അപ്പൊ റീപർച്ചേസ് നന്നായിട്ട് നടക്കുക. വിൽക്കുന്ന ഉൽപ്പന്നങ്ങൾ വാങ്ങി വെക്കും. അത് മ്യൂട്ട്, ശിരാജ് സാറേ മ്യൂട്ടായി പോയിണ്ടേ. ആ, കേൾക്കുന്നില്ല അല്ലെ? കുറെ സമയമായോ മ്യൂട്ടായിട്ട്? ആയിട്ടുള്ളൂ. ഓക്കെ. അപ്പോ നമ്മൾ പറഞ്ഞു വന്നത് റീപർച്ചേസ് നമ്മൾ സ്ഥിരമായിട്ട് ചെയ്തിട്ടില്ലെങ്കിൽ ഒരിക്കലും നമുക്ക് തീരുന്ന സാധനങ്ങൾ വീണ്ടും നമ്മൾ വാങ്ങി വെക്കണം. ഒരു കാരണവശാലും നമ്മൾ, ചില ആളുകൾ ചെയ്യാറുണ്ട്, ഉൽപ്പന്നം വെക്കും, ലാഭം എടുക്കും, മുതലും എടുക്കും. രണ്ടും നമ്മൾ എടുത്തെന്ത് ചെയ്യും, നമ്മൾ വേസ്റ്റ് ആക്കുക ആയിരിക്കില്ല. നമ്മൾ വീട്ടിലേക്കുള്ള സാധനങ്ങൾ വാങ്ങി വീട്ടിലെ കാര്യങ്ങൾ ചെയ്യാണ്, പക്ഷെ പറഞ്ഞിട്ട് കാര്യമല്ല. അതിന്റെ മുതൽ നമ്മൾ എന്ത് ചെയ്യണം, ലാഭം മാത്രമേ നമ്മൾ എടുക്കാൻ പാടുള്ളൂ. മുതൽ നമ്മൾ റീപർച്ചേസ് ചെയ്തിരിക്കണം. മുതൽ റീപർച്ചേസ് ചെയ്തിട്ടില്ലെങ്കിൽ ഒരു കാരണവശാലും നമുക്ക് ഈ ബിസിനസ് നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റില്ല. അപ്പൊ റീറ്റെയിലിങ്ങിനും റീപർച്ചേസിനും പ്രാധാന്യം കൊടുക്കണം. എന്നാൽ മാത്രമാണ് നമുക്ക് റിക്രൂട്ട്മെന്റ് കിട്ടുന്നത്. ആളുകളെ ബിസിനസ്സിലേക്ക് പരിചയപ്പെടുത്താൻ ഏറ്റവും എളുപ്പം പ്രൊഡക്റ്റ് ആണോ ബിസിനസ് ആണോ? നിങ്ങളുടെ അഭിപ്രായത്തിൽ ആരെങ്കിലും പറയാമോ? പ്രൊഡക്റ്റ് സെല് ചെയ്യാനാണോ ബിസിനസ് പറയാനാണോ ഏറ്റവും എളുപ്പം? വെരി ഗുഡ്. പ്രൊഡക്റ്റ് സംസാരിക്കാനാണ് ഏറ്റവും എളുപ്പം. എല്ലാവർക്കും സംസാരിക്കാൻ പറ്റും. അപ്പൊ ഈ പ്രൊഡക്റ്റ് സംസാരിക്കുന്ന സമയത്ത് നമ്മുടെ കയ്യിൽ പ്രൊഡക്റ്റ് വേണ്ടേ? നമ്മളൊരു കവചപ്രാശം എന്ന് പറഞ്ഞ പ്രൊഡക്റ്റ്, നമ്മൾ ഈ പ്രൊഡക്റ്റുകളൊക്കെ സംസാരിച്ചപ്പോൾ കവചപ്രാശം എന്ന് പറഞ്ഞ ഒരു പ്രൊഡക്റ്റ്, ഇപ്പൊ മാഡത്തിന്റെ ബാക്ക്ഗ്രൗണ്ടിൽ ഞാൻ തട്ടിലൊക്കെ കവചപ്രാശവും ന്യൂട്രിലൈഫും ഒക്കെ കാണുന്നുണ്ട്. താങ്ക് യു മാഡം.
അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ സ്റ്റോക്ക് ഉണ്ടാവണം. അപ്പൊ കവചപ്രാശം ഒരാൾ പറഞ്ഞു, ഒരു മേഡം പറഞ്ഞു, എന്നാൽ കവചപ്രാശം എനിക്കൊന്ന് വേണമെന്ന് പറഞ്ഞു. നിങ്ങൾ കാര്യങ്ങളിലൊക്കെ പറഞ്ഞ് മനസ്സിലാക്കി കൊടുത്ത സമയത്ത് ഒരു കവചപ്രാശം വേണമെന്ന് പറഞ്ഞു. നിങ്ങളെ കയ്യിൽ ആ കവചപ്രാശം കൊടുക്കാനില്ല, എന്താ സംഭവിക്കുക? നിങ്ങൾ പറയാണ് നാളെ എത്തിച്ചേരാം, ഇന്നിന്റെ കയ്യിൽ സ്റ്റോക്ക് ഇല്ല, ഞാൻ നാളെ എത്തിച്ചേരാം, എന്താ സംഭവിക്കുക? വേറെ ആളടുത്ത് പോയിട്ട് അവര് വാങ്ങിക്കും. വേറെ ആളെടുത്ത് വാങ്ങും ഒന്ന്. രണ്ടാമത് വേറൊരാളടുത്ത് ആ വ്യക്തി പോയിട്ടില്ലെങ്കിൽ എന്താ സംഭവിക്കുക? ഇവരടുത്ത് ഒന്നുമില്ല, ഇവര് ചെറിയ രീതിയിലാണ് ബിസിനസ് നടത്തുന്നത് ചിന്തിക്കും. വീട്ടിൽ പോയി കഴിഞ്ഞാൽ നിങ്ങളാണ് ഈ പ്രൊഡക്റ്റിനെ പറ്റി മനസ്സിലാക്കിയത്, ഈ പ്രൊഡക്റ്റ് എന്താണെന്ന് മനസ്സിലാക്കിയത് ഒക്കെ നിങ്ങളെയാണ്. നിങ്ങളെ വീട്ടിൽ പോയി നിങ്ങളെ ഹസ്ബൻഡിനോട് ഇത് പറയുമ്പോൾ ഹസ്ബൻഡ് ഇത് കേട്ടിട്ടില്ല. ഹസ്ബൻഡ് പറയും അങ്ങനത്തെ പ്രൊഡക്റ്റുകളൊന്നും വാങ്ങണ്ട, അത് തട്ടിപ്പാട്, അങ്ങനെയാണ് ഇങ്ങനെയാണ്, അതൊന്നും വാങ്ങാൻ പാടില്ല എന്ന് പറഞ്ഞ സമയത്ത് എന്ത് ചെയ്യും? ഹസ്ബൻഡ് പറഞ്ഞാൽ പിന്നെ നിങ്ങൾക്ക് വാങ്ങാൻ പറ്റുമോ? നിങ്ങൾ നേരെ മറ്റേ മേഡത്തിനെ വിളിച്ചു പറയും, മേഡം കവചപ്രാശം ഇപ്പൊ വേണ്ട കേട്ടോ, ഞാൻ പറയാന്ന് പറയും. കച്ചവടം പോയോ? എന്തുകൊണ്ടാണ് കച്ചവടം പോയത്? നേരെ മറിച്ച് നിങ്ങൾ ആ സ്പോട്ടിൽ കൊടുത്തിട്ടുണ്ടായിരുന്നെങ്കിൽ, അവരാവശ്യപ്പെട്ട സമയത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നെങ്കിൽ ആ കച്ചവടം നിങ്ങൾക്ക് കിട്ടുമായിരുന്നു. 400 ചില്ലാൻ റുപ്യ ലാഭം കിട്ടുമായിരുന്നു. അപ്പൊ പ്രൊഡക്റ്റ് മെയിൻറ്റെയിൻ ചെയ്യേണ്ട ആവശ്യകത മനസ്സിലായോ? സ്പോട്ടിൽ നമുക്ക് സാധനം കൊടുക്കാൻ പറ്റണം. ഇതിന് നമ്മൾ റീപർച്ചേസ് നടത്തിയേ പറ്റൂ. തീരുന്ന ഉൽപ്പന്നം, ഇപ്പൊ മേഡത്തിന്റെ തട്ടില് കവചപ്രാശം എന്ന് പറഞ്ഞ പ്രൊഡക്റ്റ് എത്ര 6 or 7 ബോട്ടിൽ ഞാൻ കാണുന്നുണ്ട്. അതിൽ എത്ര എണ്ണം തീരുന്നോ അത്രയും അനുസരിച്ച് എന്ത് ചെയ്യണോ? 6 or 7 ഒന്നും അല്ലല്ലേ, ഒരുപാടുണ്ട്. ഇത് തീരുന്നതിനനുസരിച്ച് നമ്മൾ അവിടെ വാങ്ങി വെക്കണം. എങ്ങനെ തീർന്നാലും ആ സാധനം സ്റ്റോക്ക് ഔട്ട് ആകാൻ പാടില്ല. ഇതാണ് നമ്മുടെ കച്ചവടം. റീപർച്ചേസ് നടക്കണം, എന്നാൽ റിക്രൂട്ട്മെന്റിന്റെ എണ്ണം കൂടും. കാരണം നിങ്ങൾ കൊടുത്ത ഉൽപ്പന്നം, ആളുകൾ, റിസൾട്ട് ഉണ്ടാകുന്ന ആളുകൾ ഈ കൊടുത്ത ഉൽപ്പന്നത്തിന്റെ ഒരു ഡാറ്റ നിങ്ങൾ മെയിൻറ്റെയിൻ ചെയ്യണം. കൊടുത്ത ഉൽപ്പന്നത്തിന്റെ ഡാറ്റ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ ഒരു 200 പേജിന്റെ നോട്ട് ബുക്ക് വാങ്ങിയിട്ട് ആ നോട്ട് ബുക്കിൽ വ്യക്തമായിട്ട് നിങ്ങൾ എന്ത് ചെയ്യണം? കൊടുത്ത ഉൽപ്പന്നത്തിന്റെ പേര്, ഡേറ്റ്, ആളെ പേര്, ഇതൊക്കെ നിങ്ങൾ എഴുതി വെക്കണം. കോണ്ടാക്ട് നമ്പറും. എന്നിട്ട് അതിൽ ഓരോ പ്രൊഡക്റ്റിനും ഓരോ ആളുകൾക്കും ഓരോ പേജ് നമ്മൾ എന്ത് ചെയ്യണം? ഉപയോഗിക്കണം. കലിപ്പിൽ എഴുതി വെക്കരുത്. അതിൽ ഹോട്ട് കോണ്ടാക്ട് എന്ന് പറഞ്ഞ ആളുകളുണ്ട്. ഹോട്ട് കോണ്ടാക്ട് എന്ന് പറഞ്ഞാൽ ഉൽപ്പന്നം ഉപയോഗിച്ച റിസൾട്ട് ഉള്ള ആളുകൾ. അവരെ നമ്മൾ മറ്റൊരു സ്ഥലത്തേക്ക് മാറ്റി എഴുതിയിട്ട് അവരെ ഫോളോ അപ്പ് ചെയ്യണം. ഉപയോഗിച്ച റിസൾട്ട് പറയുന്ന ആളുകളുണ്ടാവും. അതാണ് ഹോട്ട് കോണ്ടാക്ട് എന്ന് പറയുന്നത്. അത് നമ്മൾ മറ്റൊരു പേജിലേക്ക് മാറ്റി എഴുതിയിട്ട് അവരെ ഫോളോ അപ്പ് ചെയ്യണം. അപ്പൊ ഈ ഒരു റിക്രൂട്ട്മെന്റ് നടന്നാലും 4-ാമത്തെ 6 റീടെൻഷൻ ആണ്. റീറ്റെയിനിങ്, നിലനിർത്തുക, സംരക്ഷിക്കുക. ടീമിൽ നമുക്ക് ആളുകൾ ഉണ്ടാവണമെങ്കിൽ ജോയിൻ ചെയ്ത ആളുകളെ നമ്മൾ എന്ത് ചെയ്യണം? മെയിൻറ്റെയിൻ ചെയ്യണം. റിക്രൂട്ട്മെന്റ് നടത്തിയ ആളുകൾ, അവരെ നമ്മൾ ഫോളോ അപ്പ് ചെയ്യണം. അവരെ നമ്മൾ സിസ്റ്റവുമായിട്ട് കണക്ട് ചെയ്യണം. കണക്ട് യുവർ ടീം വിത്ത് സിസ്റ്റം. ടീമിനെ സിസ്റ്റത്തിലേക്ക് കണക്ട് ചെയ്യുക. ടീമിനെ സിസ്റ്റത്തിലേക്ക് കണക്ട് ചെയ്യുക. എന്താണ് സിസ്റ്റം? കോഴിക്കോട് GTS ഒരു സിസ്റ്റമാണ്. FSS എന്ന് പറഞ്ഞ സിസ്റ്റമാണ്. പ്രൊഡക്റ്റ് ട്രേഡിംഗ് എന്ന് പറഞ്ഞാൽ സിസ്റ്റമാണ്. ഡിസ്ട്രിബ്യൂട്ടേഴ്സ് മീറ്റിംഗ് എന്ന് പറഞ്ഞാൽ സിസ്റ്റമാണ്. ഈ സിസ്റ്റത്തിൽ ഇല്ലാത്ത ആളുകൾ ഈ ഒരു ബിസിനസ്സിലും ഉണ്ടാവില്ല എന്നുള്ളതാണ് സത്യാവസ്ഥ. പല കാരണങ്ങൾ കൊണ്ടും നമ്മൾ ഇല്ലാതായി. അപ്പൊ സിസ്റ്റം എന്ന് പറഞ്ഞാൽ വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഒരു കാരണവശാലും സിസ്റ്റത്തിൽ നമ്മൾ വിള്ളൽ വരുത്താൻ പാടില്ല. അത് നമ്മളും നമ്മളെ ടീമും, നമ്മളെ കൂടെ എത്ര പേര് അസോസിയേറ്റ് ചെയ്തിട്ടുണ്ടോ അവരെ കൈ പിടിച്ചുകൊണ്ട് നമ്മൾ പ്രോഗ്രാം അറ്റൻഡ് ചെയ്യണം. എന്നാൽ മാത്രമേ എന്ത് ചെയ്യും? ഈ 4-ാമത്തെ സംഭവം നടക്കുള്ളൂ. റീടെൻഷൻ. നിലനിർത്തിയാൽ മാത്രമേ നമുക്ക് ബിസിനസ് വലിയ ഡെവലപ്മെന്റിലേക്ക് കൊണ്ടുപോകാൻ പറ്റൂ. അല്ലെങ്കിൽ എന്ത് സംഭവിക്കും? അല്ലെങ്കിൽ സംഭവിക്കുന്നത് എന്താണ്?
നമ്മൾ ആളുകൾ ഒരുപാട് ബിസിനസ്സിലേക്ക് കൊണ്ടുവരും. പക്ഷേ ആളുകൾ ഇതേ പോണം. പല ആളുകളും എന്ത് ചെയ്യും? ഈ ബിസിനസ് അറിയാത്തത് കൊണ്ട് തന്നെ പല ആളുകളും നെഗറ്റീവായി കുത്തിരിക്കുകയും ചെയ്യും. ഏത് മേഖലയിലും അതിൻ്റെതായ സിസ്റ്റം ഉണ്ട്, അതിൻ്റെതായ റൂൾസുകൾ ഉണ്ട്, അതിൻ്റെതായ രീതിയിൽ ചിട്ടകളുണ്ട്. അത് പഠിക്കണം നമ്മൾ. ഈ ബിസിനസ്സിൽ നമ്മൾ ഒരു 5 വർഷം പഠിച്ച് ചെയ്യാൻ തയ്യാറായാലുള്ള മാറ്റവും കഴിഞ്ഞ 10 വർഷമായിട്ട് നമ്മൾ 1-ാം ക്ലാസ് മുതൽ 10-ാം ക്ലാസ് വരെ പഠിച്ചിട്ട് എന്ത് മാറ്റം ഉണ്ടായി? ഒരുപക്ഷെ +1, +2, ഡിഗ്രിയും MBA വരെ കഴിഞ്ഞ ആൾക്കാർ ഇന്ന് കൂലിപ്പണിക്ക് പോകുന്ന ആൾക്കാരുണ്ട്. അപ്പൊ ഇവിടെ നമ്മൾ ഒരു 5 വർഷം പഠിക്കാനും പ്രവർത്തിക്കാനും തയ്യാറായാൽ വലിയ മാറ്റങ്ങൾ ഉണ്ടാക്കാൻ പോകും. ഒരു മിറാക്കിളാണ് സംഭവിക്കുന്നത്. തുടക്കത്തിലുള്ള എഫേർട്ടും തുടക്കത്തിലുള്ള അധ്വാനവും നമ്മൾ എന്ത് ചെയ്യണം? നന്നായിട്ട് ഈ ബിസിനസ്സിൽ ഇടണം. ആ സമയത്ത് നമ്മൾ റിസൾട്ട് എന്ന് പറഞ്ഞത് പ്രതീക്ഷിക്കാൻ പാടില്ല. പല ആളുകളും റിസൾട്ട് ആണെന്ന്. വർക്ക് നമ്മൾ കൂടുതൽ കൂട്ടണം, നന്നായിട്ട് എഫേർട്ട് ഇടണം. റിസൾട്ട് വലിയ രീതിയിൽ ഈ തുടക്കത്തിൽ നമ്മൾ പ്രതീക്ഷിക്കാൻ പാടില്ല. എൻഗ്രാഫ് എന്ന് പറയുന്ന ആ ഒരു ഡയഗ്രാം നമ്മൾ ഓർമ്മയിൽ ഉണ്ടാവണം. എൻഗ്രാഫ് നിങ്ങൾ വരച്ചു നോക്കിയാൽ മതി. എൻഗ്രാഫ് എന്താണ്? എൻഗ്രാഫ് എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് വലിയ കോളമാണ്. എന്നിന്റെ ഫസ്റ്റിലത്തെ ഭാഗം വലിയ ഒരു കോളമാണ് ഉണ്ടാകുക, വലിയ ഭാഗം. എന്നിന്റെ രണ്ടാമത്തെ മുകളിലേക്കുള്ള ഭാഗം ഫസ്റ്റിൽ വരുന്നത് ഒരു കോണായിട്ട് ചെറിയ ഭാഗമാണ് വരുന്നത്, മുകളിലേക്കാണ് വലുതായിട്ട് പോകുന്നത്. അതിൽ തുടക്കത്തിലുള്ള വലിയ ഭാഗം എന്ന് പറഞ്ഞാൽ വർക്കാണ്. എന്നിന്റെ രണ്ടാമത്തെ മുകളിലേക്കുള്ള ഭാഗം എന്ന് പറഞ്ഞാൽ ഇൻകമാണ്. അപ്പൊ തുടക്കത്തിൽ നമ്മളത് വരച്ചു നോക്കുക. പേനെടുത്തിട്ട് എന്റെ മുകളിൽ ഇങ്ങനെ വരച്ചു നോക്കിയാൽ നമുക്ക് വലിയ വരാണ് കിട്ടുക. അത് വർക്കാണ്. എന്നിന്റെ മുകളിലേക്കുള്ള ഭാഗം, കോണിന്റെ ഭാഗം ഫസ്റ്റ് കിട്ടും നമുക്ക് ചെറിയ ഭാഗമാണ്. ആടെ വരച്ചാൽ ചെറിയ വര ഉണ്ടാകുക. അപ്പൊ നമുക്ക് എഫേർട്ട് കൂടുതലും വരുമാനം ചെറുതുമായിരിക്കും. പക്ഷെ നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, എൻഗ്രാഫ് എന്ന് പറഞ്ഞത് ഫുൾ ആക്കുന്ന സമയത്ത് നിങ്ങൾ വരച്ചു 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 പോകുന്ന സമയത്ത് അവസാനം നിങ്ങൾക്ക് കിട്ടുന്ന ആൻസർ എന്തായിരിക്കും? വർക്ക് ഉണ്ടാവില്ല, വരുമാനം മാത്രമേ ഉണ്ടാവൂ. വർക്ക് വളരെ കുറവായിരിക്കും, പക്ഷെ വരുമാനം ഭയങ്കരമായിട്ട് കൂടുതൽ ഉണ്ടാവുകയും ചെയ്യും. ഈ ഒരു ട്രയാങ്കിൾ നമ്മൾ എന്ത് ചെയ്യണം? എല്ലാവരും ഒന്ന് വരച്ചു നോക്കുക. എൻഗ്രാഫ് എന്ന് വരച്ചിട്ട് ഫസ്റ്റിലത്തെ കോളത്തിൽ വർക്കും രണ്ടാമത്തെ കോളത്തിൽ ഇൻകം, എന്നാ നിങ്ങൾക്ക് കിട്ടും. അതേ പോണം വളരെ ഇമ്പോർട്ടന്റ് ആയിട്ട് നമുക്ക് ഈ ബിസിനസ്സിൽ സക്സസ് ആവാൻ നമ്മൾ ചെയ്യേണ്ട കാര്യം ലിസ്റ്റ് മേക്കിംഗ് ആണ്. ലിസ്റ്റ് ഉണ്ടാക്കുക. നമ്മളെ കൂടെ വന്ന ആളുകൾ, എല്ലാ ആളുകളുടെയും വീട് വിസിറ്റ് ചെയ്ത്, ഹൗസ് വിസിറ്റ് നടത്തി ലിസ്റ്റ് ഉണ്ടാക്കുക. ലിസ്റ്റ് ഉണ്ടാക്കിയതിന് ശേഷം നമ്മൾ ഷോർട്ട് ലിസ്റ്റ് ചെയ്യുക. ഷോർട്ട് ലിസ്റ്റ് ചെയ്ത് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് നമ്മൾ ചെയ്യേണ്ടത് ഹൗസ് മീറ്റിംഗ് നടത്തുക. ഡയറക്ട് സെല്ലിംഗ് ഇൻഡസ്ട്രിയിൽ 67% റിസൾട്ട് തരുന്നത് ഹൗസ് മീറ്റിംഗ് ആണ്. 67% റിസൾട്ട് കിട്ടുന്നത് ഹൗസ് മീറ്റിംഗ് ആണ്. അപ്പൊ ഈ 67% റിസൾട്ട് കിട്ടുന്നതല്ലേ നമുക്ക് ചെയ്യാൻ എളുപ്പം. ഒരു വീട് വിസിറ്റ് ചെയ്ത്, പുതുതായിട്ട് ജോയിൻ ചെയ്ത ആളുകളെ വീട് വിസിറ്റ് ചെയ്ത് അവരെ കൊണ്ട് ഒരു ലിസ്റ്റ് ഉണ്ടാക്കിച്ചിട്ട് അവിടെ ഒരു ഹൗസ് മീറ്റിംഗ് നടത്താനല്ലേ ഏറ്റവും എളുപ്പം. ഒരാളോട് നമുക്ക് ബിസിനസ് പറയണമെങ്കിൽ ഏതാണ്ട് 1 മണിക്കൂർ വേണം. പ്രസന്റേഷനും അദ്ദേഹത്തിന്റെ കാര്യങ്ങളും സംശയങ്ങളും എല്ലാം ക്ലിയർ ചെയ്ത് പോകണമെങ്കിൽ 1 മണിക്കൂർ വേണം. പക്ഷേ 10 പേരോട് ഒരുമിച്ച് ബിസിനസ് പറയാനും 1 മണിക്കൂർ പോരെ. അതിന്റെ പേരല്ലേ ഹോം മീറ്റിംഗ്. അപ്പൊ നമ്മൾ എളുപ്പമുള്ള പണിയാണ് ഏറ്റവും കൂടുതൽ ചെയ്യേണ്ടത്. ഒരു വ്യക്തിയെ കാണാൻ 1 മണിക്കൂറും 10 പേരെ കാണാൻ 1 മണിക്കൂറും ആണെങ്കിൽ 10 പേരെ ഒരുമിച്ച് ഒരേ സ്ഥലത്തേക്ക് ഇരുത്തി ഹോം മീറ്റിംഗ് നടത്തി കഴിഞ്ഞാൽ ഏറ്റവും 9 മണിക്കൂർ നമുക്ക് ലാഭമാണ്. 9 മണിക്കൂർ കൊണ്ട് നമുക്ക് ഒരുപാട് കാര്യങ്ങൾ ചെയ്യാൻ പറ്റും. അപ്പൊ ഇത് നമ്മൾ എന്ത് ചെയ്യാം? ഹൗസ് മീറ്റിങ്ങിന് വളരെ ഇമ്പോർട്ടന്റ് കൊടുക്കുക. അതേപോലെ തന്നെ നമ്മൾ ഇൻവിറ്റേഷൻ എന്ന് പറഞ്ഞത് രണ്ടാമത്തെ കാര്യം. ഇൻവിറ്റേഷൻ ഈ ഒരു സെഷനിൽ ഫസ്റ്റ് എന്താണ്? ലിസ്റ്റ് മേക്കിംഗ് ആണ്. രണ്ടാമത് ഷോർട്ട് ലിസ്റ്റ് ആണ്.
മൂന്നാമത്തത് ഹൗസ് മീറ്റിംഗ് ആണ്. നാലാമത്തത് എന്താണ്? ഇൻവിറ്റേഷൻ ആണ്. ഇൻവിറ്റേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ആളുകളെ പ്രോഗ്രാമിലേക്ക് ഇൻവൈറ്റ് ചെയ്യും. വീട്ടിൽ ഇപ്പോൾ ഹൗസ് മീറ്റിംഗ് നടത്തുകയാണ്, വീട്ടിലേക്ക് ആളുകളെ ഇൻവൈറ്റ് ചെയ്യും. GTSലേക്ക് ആളുകളെ ഇൻവൈറ്റ് ചെയ്യുക. ബിസിനസ് പറയാൻ വേണ്ടിയിട്ട് ആളുകളെ ഇൻവൈറ്റ് ചെയ്യുക, 1 to 1 കൊടുക്കാൻ. ഇതിനൊക്കെ നമ്മൾ ശ്രദ്ധിക്കേണ്ടതായിട്ടുള്ള കാര്യം, ഇൻവൈറ്റ് ചെയ്യുന്ന സമയത്ത് ശ്രദ്ധിക്കണം. ഇന്ന് കൂടുതൽ ആൾക്കാരും ഇൻവൈറ്റ് ചെയ്യുന്നത് എങ്ങനെയാ? സാറേ, മേഡം, ഞാൻ മൈ ലൈഫ് സ്റ്റൈൽ മാർക്കറ്റിംഗ് എന്ന് പറയുന്ന ഒരു കമ്പനിയിൽ ജോയിൻ ചെയ്തിട്ടുണ്ട്. അപ്പോ നല്ല പ്രൊഡക്റ്റാണ്, അതിനെപ്പറ്റി സംസാരിക്കാനൊന്ന് നാളെ ഞാൻ അങ്ങോട്ടൊന്ന് വരട്ടെ, നിങ്ങൾ വീട്ടിൽ ഉണ്ടാവുമോ എന്നൊക്കെ നമ്മൾ ചോദിക്കും. ഞാൻ എൻ്റെ ലീഡറേയും കൊണ്ടൊന്ന് വരട്ടെ, ഇങ്ങനെയൊക്കെ ചോദിക്കും. ഒരു കാരണവശാലും അവര് നമ്മളുമായിട്ട് അടുക്കില്ല. കാരണം എന്താ? ഇന്ന് മാർക്കറ്റിൽ ഒരുപാട് മണി ചെയിൻ തട്ടിപ്പുകൾ ഉള്ളത് കൊണ്ട് തന്നെ ആളുകൾക്ക് എല്ലാം ഒരുപോലെയാണ്. സമൂഹത്തിലുള്ള ആളുകൾക്ക് എല്ലാം ഒരുപോലെയാണ്. അപ്പൊ അതുകൊണ്ട് ഇവളെന്തോ ഒന്നിൽ പെട്ടുപോയിട്ടുണ്ട്, എന്നെയും പെടുത്താൻ വേണ്ടിയിട്ടാണ് വിളിക്കുന്നത് എന്നുള്ള രീതിയിൽ പിന്നീട് വിളിച്ചാൽ പോലും ഫോൺ എടുക്കാതെ ആവുന്ന സിറ്റുവേഷൻ ആയിരിക്കും ഉണ്ടാവും. നമ്മുടെ ബന്ധങ്ങൾ പോലും, റിലേഷൻഷിപ്പ് പോലും കട്ടാകുകയാണ് ചെയ്യുന്നത്. നേരെ മറിച്ച് നമ്മൾ എന്താണ് പറയേണ്ടത്? ഫോൺ ചെയ്യുന്നു, അവരോട് പറയാണ്, ഏട്ടാ നിങ്ങൾ നാളെ വീട്ടിലുണ്ടാവോ? അല്ലെങ്കിൽ ഏച്ചി, അല്ലെങ്കിൽ മേഡം, നിങ്ങൾ നാളെ വീട്ടിലുണ്ടാവോ? എനിക്ക് നിങ്ങളോടൊന്ന് പേഴ്സണലായിട്ട് സംസാരിക്കാനുണ്ട്, വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം സംസാരിക്കാനുണ്ട്. എപ്പോഴാണ് നാളെ വീട്ടിൽ വന്നാൽ കാണാൻ പറ്റുക? രാവിലെ വന്നാൽ കാണാൻ പറ്റൂ, അല്ലെ വൈകിട്ട് വന്നാൽ കാണാൻ പറ്റൂ? ഏത് സമയം കാണാൻ പറ്റുക? നമുക്ക് നിർബന്ധമായിട്ടും പേഴ്സണലായിട്ട് ഒന്ന് കാണേണ്ടതുണ്ട്. എന്താണ് കാര്യം എന്ന് നമ്മളോട് ചോദിച്ചു കഴിഞ്ഞാൽ ആ സമയത്ത് നമ്മൾ അറിയാതെ പറഞ്ഞു പോകരുത്. അന്നപ്പോ നമ്മൾ പറയേണ്ടത് എന്താണ്? അതൊന്നുമില്ല, നമുക്ക് നേരിട്ട് സംസാരിക്കേണ്ട കാര്യമാണ്. ഒന്നുമില്ല, നമുക്ക് നേരിട്ട് സംസാരിക്കേണ്ട കാര്യമാണ്. പിന്നീട് അവർ തിരിച്ചും കൊണ്ടൊന്നും ചോദിക്കില്ല അങ്ങനെ പറഞ്ഞാൽ. എന്നിട്ട് പിറ്റേന്ന് നമ്മള് അത് ഏത് സമയമാണ് പറയേണ്ടതെന്നുള്ള അവർ പറഞ്ഞാൽ അവരും കൂടി പറഞ്ഞു തരും. രാവിലെ വരണോ, ഉച്ചക്ക് വരണോ, വൈകുന്നേരമാണോ, ഏത് സമയത്താണ് നിങ്ങൾ ഫ്രീ ആവുക എന്ന് ചോദിച്ചാൽ, അല്ല രാവിലെ വരണ്ട, രാവിലെ ഞാൻ അവിടെ ഉണ്ടാവില്ല, ഇനി ഒരു ഉച്ചക്ക് 3 മണിക്ക് വന്നോ, അല്ലെ 2 മണിക്ക് വന്നോ എന്ന് പറയും. ഇങ്ങനെ ഇൻവിറ്റേഷനിൽ നമ്മൾ ശ്രദ്ധിക്കും. വീട്ടിൽ നമ്മൾ ഹൗസ് മീറ്റിംഗ് നടത്തുകയാണെങ്കിലും, മൈ ലൈഫ് സ്റ്റൈൽ മാർക്കറ്റിംഗിന്റെ ഒരു മീറ്റിംഗ് ഉണ്ട്, ഞാൻ ഇങ്ങനെ കമ്പനിയിൽ ജോയിൻ ചെയ്ത ആളാണ്, അതിന്റെ മീറ്റിംഗ് നിങ്ങൾ നിർബന്ധമായിട്ടൊന്ന് വരണം എന്ന് പറഞ്ഞാൽ ഒരാൾ പോലും വരില്ല. നമ്മൾ വിളിക്കേണ്ടത്, എൻ്റെ വീട്ടിലൊരു ഫംഗ്ഷൻ ഉണ്ട്, എൻ്റെ വളരെ പ്രധാനപ്പെട്ട ഒരു പരിപാടി നടക്കുന്നുണ്ട്. ഞാൻ കൂടുതൽ ആൾക്കാരോടൊന്നും പറഞ്ഞിട്ടില്ല, ഒരു 10 പേരോടെ പറഞ്ഞിട്ടുള്ളൂ, നീ നിർബന്ധമായിട്ടും അവിടെ ഉണ്ടാവണം. ഇതാണ് ഹൗസ് മീറ്റിംഗിന് ഇൻവൈറ്റ് ചെയ്യേണ്ടത്. ഇൻവിറ്റേഷനിൽ ഒരുപാട് ആളുകൾ എന്ത് ചെയ്യുന്നുണ്ട്? കൊളാക്കുന്നുണ്ട്. പല ആളുകൾക്കും മീറ്റിംഗ് വെക്കുന്ന സമയത്ത് ആളുകൾ വരാതിരിക്കാനുള്ള പ്രധാനപ്പെട്ട കാരണം അതാണ്. ഇവിടെ കാര്യവും പറയേണ്ട, കളവും പറയേണ്ട, അത്തരത്തിലാണ് നമ്മൾ ആളുകളെ ഇൻവൈറ്റ് ചെയ്യുന്നത്. അടുത്തത് ഫോളോ അപ്പ് ആണ്. ഫോളോ അപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ കൊടുത്ത ഉൽപ്പന്നം, അല്ലെങ്കിൽ നമ്മൾ ബിസിനസ് പറഞ്ഞു, അല്ലെങ്കിൽ നമ്മൾ ഹൗസ് മീറ്റിംഗ് നടത്തി, ഇതിൽ ഫോളോ അപ്പ് എന്ന് പറഞ്ഞാൽ എന്താണ്? നമുക്ക് നാളെ നമ്മളെ വീട്ടിൽ അല്ലെങ്കിൽ നമ്മുടെ ഫാമിലിയിൽ ഒഴിവാക്കാൻ പറ്റാത്തൊരു കല്യാണം, അല്ലെങ്കിൽ ഒരു ഹൗസ് വാർമിംഗ് ഉണ്ട്, ഒരു കാരണവശാലും ഒഴിവാക്കാൻ പറ്റും. നാളെയാണ് ഈ പറഞ്ഞ കല്യാണം നടക്കുന്നത്. ഇന്ന് നമ്മുടെ ടീമിൽ ഒരു ഹൗസ് മീറ്റിംഗ് നടക്കുന്നുണ്ട്. ഇന്ന് ഈ ഹൗസ് മീറ്റിംഗ് നടക്കുന്നത്, നാളെ കല്യാണം ഉണ്ടെങ്കിൽ ഇന്ന് ഹൗസ് മീറ്റിംഗ് മാറ്റി വെക്കുന്നതാണ് നല്ലത്. എന്താ കാരണം? ഇന്ന് നടക്കുന്ന ഹൗസ് മീറ്റിംഗ് നാളെ ഫോളോ അപ്പ് ചെയ്തിട്ടില്ലെങ്കിൽ ആ ഹൗസ് മീറ്റിംഗ് കൊണ്ട് ഒരു ഗുണവുമില്ല. അപ്പൊ നാളെ നമുക്ക് പ്രധാനപ്പെട്ട കല്യാണമാണെങ്കിൽ നാളെ നമുക്ക് ഫോളോ അപ്പ് ചെയ്യാൻ പറ്റില്ലല്ലോ. അതുകൊണ്ട് ഇന്ന് ഹൗസ് മീറ്റിംഗ് നടക്കാതിരിക്കുന്നതാണ് നല്ലത്. 2 ദിവസം നമുക്ക് മാറ്റി വെക്കാനുണ്ടെങ്കിൽ മാത്രമേ ഒരു ഹൗസ് മീറ്റിംഗിന് നമ്മൾ ഡേറ്റ് കൊടുക്കാൻ പാടുള്ളൂ. 2 ദിവസം മാറ്റി വെക്കാനുണ്ടെങ്കിലേ ഹൗസ് മീറ്റിംഗിന് ഡേറ്റ് കൊടുക്കാൻ പാടുള്ളൂ. ഇന്ന് ഹൗസ് മീറ്റിംഗ് നടത്തിയാൽ നാളെ ആ ഹൗസ് മീറ്റിംഗ് ഫോളോ അപ്പ് ചെയ്യണം. 10 പേര് പങ്കെടുത്തിട്ടുണ്ടെങ്കിൽ ആ 10 പേരുടെയും വീട്ടിൽ എന്ത് ചെയ്യണം? വീട്ടിൽ പേഴ്സണലായിട്ട് പോയിട്ട്
അവരെയും കൂട്ടി പോയിട്ട് ലിസ്റ്റ് ഉണ്ടാക്കണം. അവരെ ഡൗട്ടുകൾ ക്ലിയർ ചെയ്ത് കൊടുക്കണം. ഇന്നത്തെ ദിവസം അവർക്ക് എല്ലാം മനസ്സിലായിട്ടുണ്ടാവില്ല, അവർ ശ്രദ്ധിച്ചിട്ടുണ്ടാവില്ല. പലതരത്തിലുള്ള ഡൗട്ടുകളും അവരുള്ളിൽ ഉണ്ടാവും. ആ ഡൗട്ടൊക്കെ ക്ലിയർ ചെയ്ത് ക്ലാരിറ്റിയോട് കൂടി 24 മണിക്കൂറിനുള്ളിലാണ് നമ്മളെ മൈൻഡ് എന്ത് ചെയ്യുക, സെറ്റ് ആവുക. 24 മണിക്കൂർ കഴിഞ്ഞ ഒക്കെ അങ്ങോട്ടും ഇങ്ങോട്ട് മാറി ഡിസോർഡർ ആയി. പിന്നെ ഒരിക്കലും അവർക്ക് എന്ത് ചെയ്യില്ല, സംശയങ്ങൾ തീരില്ല, എങ്ങനെയാലും കൊണ്ട് സെറ്റ് ആവും. അപ്പോൾ ആളുകൾ നെഗറ്റീവ് ആക്കിയിട്ടുണ്ടാവും, ആരോടൊക്കെ സംസാരിച്ചിട്ടുണ്ടാവും, ഓലൊക്കെ നെഗറ്റീവ് പറഞ്ഞു കൊടുത്തിട്ടുണ്ടാവും, ഒക്കെ ഉണ്ടാവും. 24 മണിക്കൂറിനുള്ളിൽ നമ്മൾ ഫോളോ അപ്പ് ചെയ്യണം. അത് ഹൗസ് മീറ്റിംഗ് ആണെങ്കിലും 1 to 1 ആണെങ്കിലും എങ്ങനെയാണെങ്കിലും. ഇപ്പൊ ഇത്തരത്തിലുള്ള പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് നമ്മൾ ഈ ബിസിനസ്സിൽ ചെയ്യേണ്ടത്. ഇപ്പോൾ 7 മണിയായിട്ടുണ്ടെങ്കിൽ കൂടുതൽ ഞാൻ സംസാരിച്ച് മുന്നോട്ട് പോകുന്നില്ല, എൻ്റെ ഒരു എക്സ്പീരിയൻസ് കൂടി ഞാൻ പറയാം. അപ്പൊ ഞാൻ പറഞ്ഞ പേര് നേരത്തെ പരിചയപ്പെടുത്തി, സിറാജാണ്, പന്തൂരാണ് സ്വദേശം. ഈ ഒരു ബിസിനസ്സിലേക്ക് വരുന്നതിന് മുമ്പ് ബേക്കറിയിലാണ് ജോലി ചെയ്തതെന്ന് ഞാൻ പറഞ്ഞു. ബേക്കറിയിൽ ജോലി ചെയ്യുന്ന സമയത്ത്, ഞാൻ 10 വർഷമായിട്ട് ജോലി ചെയ്യുന്ന സമയത്ത് വൈഫിന് ഒരു പ്രൊഡക്റ്റ് വാങ്ങി ഉപയോഗിച്ചു, ഉമ്മൺ കമ്പാനി എന്നുള്ള പ്രൊഡക്റ്റ് ഉപയോഗിച്ചു. അതിന്റെ റിസൾട്ട്, ആ റിസൾട്ടാണ് ചെറിയ രീതിയിൽ വളരെ പാർട്ട് ടൈം ആയിട്ട് 1 വർഷം വരെ ബേക്കറിയിൽ നിന്നുകൊണ്ടാണ് ചെയ്തത്. വളരെ പാർട്ട് ടൈം ആയിട്ട് ചെയ്ത ആളുകൾക്ക് ചെറിയ രീതിയിലൊക്കെ ഉൽപ്പന്നങ്ങളൊക്കെ കൊടുത്തു തുടങ്ങി. ബേക്കറിയിൽ വരുന്ന കസ്റ്റമേഴ്സിനൊക്കെ ചെറിയ ചെറിയ ഉൽപ്പന്നങ്ങൾ, പേസ്റ്റും ലിവഗൈനും അങ്ങനത്തെ സാധനങ്ങളൊക്കെ കൊടുത്തു തുടങ്ങി. ആ കൊടുത്ത ഉൽപ്പന്നങ്ങൾ ആളുകൾ വീണ്ടും ചെയ്തു ചോദിക്കാൻ തുടങ്ങിയ സമയത്താണ് ഇതിന്റെ പ്രാധാന്യം മനസ്സിലാവുന്നത്. കാരണം റിസൾട്ട് ഇല്ലാത്ത സാധനം ആളുകൾ വീണ്ടും ചോദിക്കൂലല്ലോ. അപ്പൊ ആളുകൾ വീണ്ടും ചോദിച്ച സമയത്താണ് ഇതിന്റെ പ്രാധാന്യം മനസ്സിലാവുന്നത്. അങ്ങനെ കുറച്ച് ഉൽപ്പന്നം എടുത്ത് സ്റ്റാർട്ട് ചെയ്തു, ബിസിനസ് സ്റ്റാർട്ട് ചെയ്തു. 1 വർഷം വരെ വളരെ പാർട്ട് ടൈം ആയിട്ട് ബേക്കറി നിന്നുകൊണ്ട് ചെയ്തു. അതിനുശേഷം ഫുൾ ടൈം ആയിട്ട് ബിസിനസ് ഏറ്റെടുത്ത് ചെയ്യുന്നു. ഇന്ന് കമ്പനിയുടെ റീജിയണൽ ടീം കോർഡിനേറ്റർ റാങ്കിലാണുള്ളത്. ഒരു ID. രണ്ടാമതായിട്ട് ഡിസ്ട്രിക്ട് ടീം കോർഡിനേറ്റർ റാങ്കിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ്. കൂടാതെ ഒരുപാട് പെർഫോമൻസ് ബോണസ് ആയിട്ടും ലോയൽറ്റി ബോണസ് ആയിട്ടും ഒരുപാട് അഡീഷണൽ വരുമാനങ്ങളും കാര്യങ്ങളൊക്കെ ഈ ബിസിനസ്സിലൂടെ വാങ്ങാൻ സാധിച്ചിട്ടുണ്ട്. വീക്കിലി ഇൻകം ഒരു 50 ക്ലബിലേക്കൊക്കെ എന്ത് ചെയ്തു, വീക്കിലി ഇൻകം എത്താൻ സാധിച്ചിട്ടുണ്ട്. ഇങ്ങനെ പലതരത്തിലുള്ള മാറ്റങ്ങളും, ചെറിയ ചെറിയ വരുമാനം മുതൽ വലിയ വരുമാനങ്ങൾ വരെ. ഇപ്പൊ കഴിഞ്ഞ ഒരു ഇവന്റാണ് നമുക്ക് കഴിഞ്ഞ ദിവസം നടന്നിട്ടുള്ളത്, ഇന്നലെ നടന്നിട്ടുള്ളത്. ആ ഇവന്റിൽ ഒരുപാട് ആളുകൾക്ക് ചെറിയ വരുമാനവും വലിയ വരുമാനവും എത്തിച്ചു കൊടുക്കാൻ പറ്റിയിട്ടുണ്ട്. 5000 മുതൽ 50,000 വരെ വരുമാനം, വീക്കിലി ഇൻകം എന്ത് ചെയ്തു, ഒരുപാട് ആളുകളിലേക്ക് എത്തിച്ചു കൊടുക്കാൻ ഇന്നലത്തെ പ്രോഗ്രാം എന്ത് ചെയ്തു, ഹെൽപ്പ് ചെയ്തു എന്നുള്ളതാണ്. അതൊക്കെ ഈ ഒരു ഓപ്പർച്യൂണിറ്റി ഇല്ലായിരുന്നെങ്കിൽ, നമ്മൾ നിലവിൽ ചെയ്യുന്ന ജോലിയിൽ നമുക്ക് മാത്രമാണ് എന്ത് ചെയ്യുന്നത്, വരുമാനം ഉണ്ടാക്കാൻ സാധിക്കുന്നതെങ്കിൽ, ഈ ഒരു ബിസിനസ്സിൽ നമുക്ക് ഒരുപാട് ആളുകൾക്ക് നമ്മളിലൂടെ, നമുക്കൊരു കൈത്താങ്ങാക്കിക്കൊണ്ട് നമ്മളിലൂടെ വരുമാനം ഉണ്ടാക്കി കൊടുക്കാൻ പറ്റും. നമുക്കതൊരു കാരണമായിട്ട് മാറാൻ സാധിക്കും. ഇങ്ങനെ പല ആളുകളിലേക്കും വരുമാനം എത്തിച്ചു കൊടുക്കാൻ ഞാനൊരു കാരണമായി മാറി എന്നുള്ളതാണ്. വലിയ വിദ്യാഭ്യാസമോ വലിയ യോഗ്യതയോ വലിയ കഴിവുകളോ ഒന്നും ഉണ്ടായിരുന്നില്ല ഈ ബിസിനസ്സിലേക്ക് ഇരിക്കുന്ന സമയത്ത്. ഒരു സാധാ ബേക്കറി സെയിൽസ്മാൻ, ആളുകൾക്ക് ബേക്കറി എടുത്തു കൊടുത്ത് അതിന്റെ പൈസ വാങ്ങിയിട്ട് രാത്രി തിരിച്ചു വന്ന് രാവിലെ വീണ്ടും പോയി ഇങ്ങനെ കളിക്കുന്നതാണ്. പക്ഷേ ഈ ബിസിനസ്സിൽ വന്നതിന് ശേഷം ഇന്ന് ആയിരക്കണക്കിന് ആളുകളെ മുന്നിലും ക്ലാസ് എടുക്കാനും ട്രെയിനിങ് എടുക്കാനും ഒക്കെ പറ്റുന്ന തരത്തിലേക്ക് ചെയ്തു എന്നെ മാറ്റി എന്നുള്ളതാണ്. ആര് മാറ്റി? MI ലൈഫ് സ്റ്റൈൽ മാറ്റി. അപ്പൊ നമുക്കിതില് വരുമാനം മാത്രമല്ല, ഒരു പേഴ്സണാലിറ്റി ഡെവലപ്മെന്റും കൂടി ഉണ്ടാക്കാൻ സാധിക്കും. അങ്ങനെ ഈ ബിസിനസ്സിൽ വന്ന് ഒരുപാട് മാറ്റങ്ങൾ ഉണ്ടായി. ഇന്ന് കഴിഞ്ഞ ഏതാണ്ട് ഒരു 5 വർഷത്തോളമായിട്ട്, 1 വർഷം പാർട്ട് ടൈം ആയിട്ടാണ് ചെയ്തിട്ടുള്ളത്. പിന്നീട് ഇങ്ങോട്ട് 4-4.5 വർഷമായിട്ട് ഇന്ന് ഏതാണ്ട് ഒരു 3 കോടിക്ക് അടുത്ത്, 2,80,00,000-ത്തിനടുത്ത് ബിസിനസ് ഓൾറെഡി ചെയ്യാൻ സാധിച്ചിട്ടുണ്ട്. ഒന്നും നമ്മുടെ കഴിവല്ല. പ്രൊഡക്റ്റിന്റെ റിസൾട്ട് കൊണ്ടും പ്രൊഡക്റ്റിന്റെ ക്വാളിറ്റി കൊണ്ടും മറ്റുള്ള സ്ഥലങ്ങളിലേക്കൊക്കെ സ്പ്രെഡ് ചെയ്തു എന്നുള്ളതാണ്, മറ്റുള്ള ജില്ലകളിലേക്കൊക്കെ സ്പ്രെഡ് ചെയ്തു എന്നുള്ളതാണ്. അതെല്ലാവർക്കും സാധിക്കുന്നതാണ്. അപ്പൊ ഇന്ന് എന്നെ ഈ ഒരു ബിസിനസ്സിലേക്ക് ഇൻവൈറ്റ് ചെയ്തിട്ടുള്ള രാജൻ സാറിനും, കൂടാതെ മറ്റ് എല്ലാ ലീഡേഴ്സിനും, TC, ATC, DTC, ZTC, STC ലീഡേഴ്സിനും, എല്ലാ ഡിസ്ട്രിബ്യൂട്ടേഴ്സിനും ഒരിക്കൽ കൂടി നാം അഭിനന്ദനങ്ങൾ അറിയിച്ചുകൊണ്ട് ഈ മോർണിംഗ് ക്ലബ്ബ് എന്റെ സെഷൻ ഞാൻ അവസാനിപ്പിക്കുകയാണ്. എല്ലാവർക്കും വിജയാശംസകൾ നേരുന്നു. വിഷ് യു ഓൾ ദി ബെസ്റ്റ്.
വിഷ് യു ഓൾ സക്സസ്. താങ്ക് യു. ഹാവ് എ ഗ്രേറ്റ് ഡേ.